അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കിങ്ഡം മൊനീറ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അടിച്ചെടുക്കണം. ഓക്കെ, നോക്ക് ഒന്നാമത്തെ പോയിന്റ്. ബാക്ടീരിയ ആർ ദി സോൾ മെമ്പേഴ്സ് ഓഫ് ദി കിങ്ഡം മൊനീറ. മൊനീറ എന്ന് എവിടെ കേട്ടാലും ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട പോയിന്റ് ബാക്ടീരിയ. എന്താ ബാക്ടീരിയയുടെ പ്രത്യേകത? ഒക്കർ ഓൾമോസ്റ്റ് എവരിവെയർ. എവിടെ നോക്കിയാലും നമുക്ക് ഇവരെ കാണാൻ പറ്റും. ഒക്കർ ഓൾമോസ്റ്റ് എവരിവെയർ. നെക്സ്റ്റ്, ആൾസോ ലീവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ്. ആൾസോ ലീവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ്. വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും ഹൈ pH ആണെങ്കിലും ഹൈ പ്രഷർ ആണെങ്കിലും ഒക്കെ ജീവിക്കാൻ ആർക്ക് പറ്റും? ഈ ബാക്ടീരിയകൾക്ക് പറ്റും. അടുത്തത്, മെനി ഓഫ് ദം ആർ പാരസൈറ്റ്സ്. കുറച്ച് പേരെന്താണ്? പാരസൈറ്റ്സ് ആണ്. ഓക്കെ, ദെൻ ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 4 ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്. ഷേപ്പിനനുസരിച്ച്, ശരീരത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് അവരെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന് കോക്കസ് ബാക്ടീരിയ. കോക്കൈ, അവരുടെ ഷേപ്പ് എന്താണ്? കാണുമ്പോൾ അറിയാം, സ്പിയർ പോലെ, ബോൾ പോലെ ഇരിക്കുന്നു. സ്പെറിക്കൽ ഷേപ്പ്. സ്പെറിക്കൽ ഷേപ്പ്. ഇനി ബാസില്ലൈ, രണ്ടാമത്തത് ബാസില്ലൈ. എന്താ ഷേപ്പ്? ബാസില്ലൈ റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ്. റോഡ് ഷേപ്പ്, റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ. നെക്സ്റ്റ്, സ്പൈറില്ല. മൂന്നാമത്തത് സ്പൈറില്ല. എന്താ ഷേപ്പ്ഡ്? സ്പൈറൽ, സ്പ്രിങ് പോലെ ഇരിക്കും. സ്പൈറൽ ഷേപ്പ്ഡ് ബാക്ടീരിയ. നാലാമത്തത് വിബ്രിയോ. എന്താണ് ഷേപ്പ്? കോമയിട്ട പോലെ, കോമയിട്ട പോലെ ഇരിക്കും അല്ലേ? കോമ ഷേപ്പ്. ഓക്കെ, നെക്സ്റ്റ്, ബാക്ടീരിയ ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻറ്റു 2. വൺ ഈസ് ആർക്കെ ബാക്ടീരിയ ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് യു ബാക്ടീരിയ. പ്രധാനമായി ബാക്ടീരിയകളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ആർക്കെ ബാക്ടീരിയ, രണ്ട് യു ബാക്ടീരിയ. ഇനി എന്താണ് ആർക്കെ ബാക്ടീരിയ? ആർക്കെ മീൻസ് പുരാതന, ആർക്കിയോളജി എന്നൊക്കെ കേട്ടിട്ടില്ലേ? പുരാതനമായത്. പണ്ട് കാലത്ത് ഹാർഷായിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരുന്നു ഭൂമിയിൽ. ആ സമയത്ത് അവിടെ ജീവിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന ബാക്ടീരിയകളാണെന്ത്? ആർക്കെ ബാക്ടീരിയ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആൻഷ്യൻറ്റ് ബാക്ടീരിയ. ആർക്കെ ബാക്ടീരിയ ഈസ് ആൻഷ്യൻറ്റ് ബാക്ടീരിയ. യു ബാക്ടീരിയ എന്താണ്? ട്രൂ ബാക്ടീരിയ ആണ്. യു ബാക്ടീരിയ, യു എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തന്നെ എന്താണ്? ട്രൂ ആണ്. അപ്പോൾ യു ബാക്ടീരിയ ട്രൂ ബാക്ടീരിയ. നെക്സ്റ്റ്, ലീവ് ഇൻ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്. ഇവർക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ലീവ് ഇൻ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്സ്. ലീവ് ഇൻ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്സ്. വളരെ ഹാർഷായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ജീവിക്കാൻ ഇവർക്ക് കഴിയും. ഇവരെന്താണ്? നോർമൽ കണ്ടീഷൻ, ഒക്കർ എവരിവെയർ. എവിടെയാണെങ്കിലും ഇവരെ കാണാൻ പറ്റും. ഒക്കർ എവരിവെയർ. നെക്സ്റ്റ്, ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവരുടെ സെൽ വോൾ ഒരു ഡിഫറൻ്റ് ആണ്. സെൽ വോൾ ഹാവ് ഡിഫറൻറ്റ് സെൽ വോൾ സ്ട്രക്ചർ. ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള സെൽ വോളാണ് ഇവർക്ക് എന്തിനുള്ള കപ്പാസിറ്റി കൊടുത്തത്? ഇങ്ങനെ ഹാർഷായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ജീവിക്കാൻ കപ്പാസിറ്റി കൊടുത്തത്. ഹാവ് ഡിഫറൻറ്റ് സെൽ വോൾ സ്ട്രക്ചർ. ഡിഫറൻറ്റ് സെൽ വോൾ. ഇനി എന്താണ് സെൽ വോളിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോളിസാക്കറൈഡ് ആൻഡ് പ്രോട്ടീൻ. പോളിസാക്കറൈഡും പ്രോട്ടീനും കൊണ്ടാണത് നിർമ്മിച്ചിരിക്കുന്നത്. പോളിസാക്കറൈഡ് പ്ലസ് പ്രോട്ടീൻ. ഇതിനെന്താണ് പ്രത്യേകത? ഹാവ് എ റിജിഡ് സെൽ വോൾ. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൽ വോൾ ആർക്കുണ്ട്? യു ബാക്ടീരിയയ്ക്ക് ഉണ്ട്. റിജിഡ് സെൽ വോൾ. അതെന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പെപ്റ്റിഡോ ഗ്ലൈക്കാൻ കൊണ്ട്. പെപ്റ്റിഡോ ഗ്ലൈക്കാൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഇവരുടെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ആർക്കെ ബാക്ടീരിയ ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 3. ആർക്കെ ബാക്ടീരിയ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹാലോഫൈൽസ്, 2 തെർമോ അസിഡോഫൈൽസ്, 3 മെത്തനോജൻസ്. ഇനി ഇത് പഠിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട് നമുക്ക്. ഹാലോഫൈൽസ്, തെർമോ അസിഡോഫൈൽസ് ആൻഡ് മെത്തനോജൻസ്. ഹലോ ഹലോ എന്ന് വിളിക്കുക. ആരെ വിളിക്കുക? അസി, നിങ്ങളുടെ ചേച്ചിയാണെന്ന് വിചാരിക്കുക. ഹലോ അസി, എൻ്റെ ജീൻസ് എവിടെ? നിങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? ഹലോ അസി, ജീൻസ് എവിടെ? ഹാലോഫൈൽസ്
അസി തെർമോ അസിഡോഫൈൽസ്, ദെൻ ജെൻസ് മെത്തനോജെൻസ്. ഇനി അടുത്ത് നോക്ക് ഹാലോഫൈൽസ്. എന്താ ഹാലോഫൈൽസിൻ്റെ പ്രത്യേകത? ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സാൾട്ട് ലവിങ് എന്നാ വാക്കിൻ്റെ അർത്ഥം. സാൾട്ട് ലവിങ്. അവർക്ക് ഭയങ്കര ഇഷ്ടം ഉപ്പിനോട്. നമ്മളെപ്പോലൊന്നുമല്ല, ഉപ്പാണ് ഭയങ്കര ഇഷ്ടം, ഉപ്പിലാണ് ജീവിക്കുന്നത്. സാൾട്ട് ലവിങ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ലീവ് ഇൻ സോൾട്ടി ഏരിയാസ്. സോൾട്ടി ഏരിയാസിൽ ജീവിക്കുന്നവരാണ് ഹാലോഫൈൽസ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെയൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് പല രീതി ചോദിക്കും. നെക്സ്റ്റ് തെർമോ അസിഡോഫൈൽസ്. തെർമോ മീൻസ് ഹോട്ട്, ഭയങ്കര ചൂട്. അപ്പോൾ അവർക്ക് എന്താണ്? ഭയങ്കര ചൂടും ആസിഡും ഒക്കെയാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ ലീവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. ചൂട് നീരുറവകളിൽ ജീവിക്കുന്നവരാണ് ലീവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. ചൂട് നീരുറവകളിൽ ജീവിക്കുന്നവരാണ് ആര്? തെർമോ അസിഡോഫൈൽസ്. ദെൻ മെത്തനോജെൻസ്. മെത്തനോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഓർക്കണം? മീഥേൻ. ഇവിടെ ഒരു 3 പോയിന്റ് നിങ്ങൾ ഓർക്കണം. മെത്തനോജെൻസ് എന്താണ്? മാർഷി ഏരിയയിൽ ജീവിക്കുന്നു. മാർഷി ഏരിയ, ലീവ് ഇൻ മാർഷി ഏരിയാസ്. പിന്നെയോ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് പ്രസൻറ്റ് ഇൻ ദി ഗട്ട് ഓഫ് റൂമിനൻ്റ് ആനിമൽസ്. പ്രസൻറ്റ് ഇൻ ദി ഗട്ട് ഓഫ് റൂമിനൻ്റ് ആനിമൽസ്. റൂമിനൻ്റ് ആനിമൽസിൻ്റെ ഗട്ടിൽ, ശരീരത്തിനുള്ളിൽ ഇവരെ കാണാം. എന്താ റൂമിനൻ്റ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ? അയവിറക്കുന്ന ജീവികൾ. ഓക്കെ, അയവിറക്കുന്ന ജീവികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പശു, പോത്ത് അതുപോലെയുള്ള ജീവികളുടെയൊക്കെ അലിമെൻ്ററി കനാൽ അല്ലെ ഗട്ടിൽ എന്തുണ്ട്? നമ്മുടെ ഈ ബാക്ടീരിയകളുണ്ട്, മെത്തനോജൻസ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? അവരവിടെ ഇരുന്ന് എന്താ ചെയ്യുന്നത്? പ്രൊഡ്യൂസ് മീഥേൻ ഗ്യാസ്. അവർ മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. മീഥേൻ ഗ്യാസ് നമുക്കറിയാം. മീഥേൻ ഗ്യാസ്, ബയോഗ്യാസ്, ഇതും എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. പ്രൊഡ്യൂസ് മീഥേൻ ഗ്യാസ്, ബയോഗ്യാസ്. അടുത്ത എന്താണ്? യു ബാക്ടീരിയ. യു ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ. യു ബാക്ടീരിയ ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 2. വൺ ഈസ് ഓട്ടോട്രോഫ്സ് ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ഹെറ്ററോട്രോഫ്സ്. നമുക്ക് കേൾക്കുമ്പം തന്നെ അറിയാം. ഓട്ടോട്രോഫ്സ്, ഓട്ടോബയോഗ്രഫി അല്ലേ, സ്വന്തമായിട്ടുള്ളതാണ്. അപ്പോൾ ഓട്ടോ മീൻസ് സെൽഫ്, സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായിട്ട് ഭക്ഷണം സിന്തസൈസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്ത് നമുക്ക് എഴുതാം? ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. അപ്പോൾ ഹെറ്ററോട്രോഫ്സ് എന്തായിരിക്കും? ഹെറ്ററോ, അതർ. ഹെറ്ററോ എന്ന് പറഞ്ഞാൽ അതർ എന്ന അർത്ഥം, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സ്വന്തമായിട്ട് പറ്റില്ല. അപ്പോൾ എന്തെഴുതാം? കനോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. അവർക്ക് സിന്തസൈസ് ചെയ്യാൻ കഴിയില്ല. ഇനി ഓട്ടോട്രോഫ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. ഓട്ടോട്രോഫ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലെ ഒന്നാമത്തതാണ് ഫോട്ടോ ഓട്ടോട്രോഫ്സ്. ഫോട്ടോ ഓട്ടോട്രോഫ്സ് അല്ലെങ്കിൽ ഫോട്ടോ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ്. ഫോട്ടോ ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താ ഫോട്ടോ എന്ന് പറഞ്ഞാൽ. ഫോട്ടോ മീൻസ് ലൈറ്റ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലൈറ്റ് എന്ന്. അപ്പോൾ ഫോട്ടോ ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണടിച്ചെഴുതാം. എന്തെഴുതാം? യൂസ് ലൈറ്റ് എനർജി. ഫോട്ടോ ഓട്ടോട്രോഫ്സ് എന്താ ഉപയോഗിക്കുന്നത്? ലൈറ്റ് എനർജി ഉപയോഗിക്കുന്നു. അപ്പോഴോ രണ്ടാമത്തതോ കീമോ ഓട്ടോട്രോഫ്സ്. ഒന്നാമത്തത് ഫോട്ടോ ഓട്ടോട്രോഫ്സ്, രണ്ടാമത്തത് കീമോ ഓട്ടോട്രോഫ്സ്. ഫോട്ടോ ഓട്ടോട്രോഫ്സ് ലൈറ്റ് എനർജി ഉപയോഗിക്കുന്നു. കീമോ മീൻസ് കെമിക്കൽ. കീമോ ഓട്ടോട്രോഫ്സ് അപ്പോൾ എന്താ ഉപയോഗിക്കുന്നത്? യൂസ് കെമിക്കൽ എനർജി. കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് അവർ ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ കൂടെ പഠിക്കണം. ഫോട്ടോ ഓട്ടോട്രോഫ്സിന് എക്സാമ്പിളാണ് സയനോ ബാക്ടീരിയ. സയനോ ബാക്ടീരിയയ്ക്ക് നല്ലൊരു പേരുണ്ട്, അല്ല ഭംഗിയുള്ളൊരു പേര്. അവരുടെ കോമൺ നെയിമാണ് ബ്ലൂ ഗ്രീൻ ആൽഗേ. സയാനോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ബ്ലൂ ഗ്രീൻ ആണ്. സയനോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലൂ എന്നാണ് അർത്ഥം. അപ്പോൾ സയനോ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗേ. ഇനി കീമോ ഓട്ടോട്രോഫ്സിന് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിൾ നൈട്രിഫയിങ് ബാക്ടീരിയ ആണ്. ഓക്കെ, നൈട്രോകോക്കസ്, നൈട്രോസോമോണാസ് അതൊക്കെ നൈട്രിഫയിങ് ബാക്ടീരിയ ആണ്. നൈട്രിഫയിങ് ബാക്ടീരിയ.
അതേതൊക്കെയാണ്? നൈട്രോകോക്കസും നൈട്രോസോമോണാസും ഒക്കെയാണ്. നൈട്രോകോക്കസ്, നൈട്രോസോമോണാസ്. ഇവരെന്താ ഉപയോഗിക്കുന്നത്? ഓക്സിഡേഷൻ നടത്തി നൈട്രൈറ്റും നൈട്രേറ്റ്സും അമോണിയൊക്കെ ഓക്സിഡേഷൻ ഇതേമാക്കി അതിൽ നിന്നും എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ആ എനർജി കെമിക്കൽ എനർജി ഉപയോഗിച്ച് എന്ത് സിന്തസൈസ് ചെയ്യും? അവരുടെ ഫുഡ് അല്ലെങ്കിൽ എനർജി സിന്തസൈസ് ചെയ്യും. ഓക്കെ, അടുത്ത നോക്ക്, ഹെറ്ററോട്രോഫ്സ്. അടുത്ത നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് സൈനോബാക്ടീരിയയുടെ കുറേ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇത് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഹെറ്ററോട്രോപ്സ്, ഓട്ടോട്രോപ്സ് കഴിഞ്ഞ് ഹെറ്ററോട്രോപ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഹെറ്ററോട്രോപ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്നുമല്ല, ഒരുപാടുണ്ട്. മോസ്റ്റ് അബണ്ടൻറ്റ്. രണ്ടാമത്തെ പ്രത്യേകത ഡീകമ്പോസറാണ്. പ്രധാനപ്പെട്ട ഡീകമ്പോസേഴ്സാണ് ഇവർ. മൂന്നാമത്തെ പ്രത്യേകത, ഇതൊക്കെ എന്താണ് നമുക്കറിയാലോ. മൂന്നാമത്തെ പ്രത്യേകത, അവർ പ്രൊഡക്ഷൻ ഓഫ് കേർഡ് ഫ്രം മിൽക്ക്, പാലിൽ നിന്നും കേർഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരുടെ സഹായത്തോടെയാണ്? ഹെറ്ററോട്രോപ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കേർഡ് കിട്ടുന്നത്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്. അവരുടെ അടുത്ത പ്രത്യേകത, ഹെറ്ററോട്രോപ്സ് എന്തിനെ സഹായിക്കുന്നു? ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻറ്റിബയോട്ടിക്സ്, സ്ട്രെപ്റ്റോമൈസിൻ എന്നൊക്കെ പറയുന്ന ആൻറ്റിബയോട്ടിക്, സ്ട്രെപ്റ്റോമൈസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോമൈസസ് എന്ന് പറയുന്ന അടുത്ത പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് നൈട്രജൻ ഫിക്സേഷൻ. ചില ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകൾക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അടുത്തത്, സം ആർ പാത്തോജനിക്. എല്ലാവരും നമുക്ക് ഉപകാരം മാത്രമല്ല ചെയ്യുന്നത്, ചിലത് എന്താണ്? പാത്തോജനിക്കാണ്, രോഗങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ എക്സാമ്പിളാണ്. ഒന്നാമത്തത് ടൈഫോയിഡ്. സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ഓർഗാനിസമാണ് ടൈഫോയിഡ് വരുത്തുന്നത്. രണ്ടാമത് കോളറ. വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഓർഗാനിസമാണ്. ദെൻ ടെറ്റനസ്. അടുത്തതോ സിട്രസ് കാങ്കർ. സിട്രസ് പ്ലാന്റിൽ വരുത്തുന്ന ഒരു രോഗമാണ് സിട്രസ് കാങ്കർ. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. സിട്രസ് കാങ്കർ പ്ലാന്റിൽ വരുത്തുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിട്രസ് കാങ്കർ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൈക്കോപ്ലാസ്മേ സൈനോബാക്ടീരിയ ആണ്. അത് നമുക്ക് ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിൽ പഠിക്കാം. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ.